നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 3യുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻസ് ആണ് പറയുന്നത്. അതിൽ നമ്മുടെ ഈ ചാനലിൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷൻസും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നമുക്ക് അധ്യാപകരുടെ ആ കട്ട് ഓഫ് പ്രഡിക്ഷൻസും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ എക്സാം പൊതുവെ ഈസിയാണെന്ന് പറയും, എന്നാൽ പോലും എക്സാം ഹാളിൽ ഇരിക്കുന്നവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. പൊതുവെ എക്സാം ഈസിയാണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് എളുപ്പമാണ്, പക്ഷേ നമ്മുടെ ആ ഒരു സമയത്തെ മൈൻഡൊക്കെ നമുക്കൊരിത്തിരി ടെൻഷനാക്കും. അപ്പം നമുക്ക് അറിയാവുന്നതും കൂടെ തെറ്റിപ്പോവും. നമ്മൾ പുറത്തുനിന്ന് എഴുതുന്നവർ പോലെ ആയിരിക്കത്തില്ല നമ്മൾ എക്സാം ഹാളിലിരുന്ന് എഴുതുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തായാലും നെഗറ്റീവ് വരും, അതുറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു 70-ൽ കൂടുതൽ പോവത്തില്ല, അത് ഷുവറാണ്. ഒരു 65-ൽ കൂടുതൽ പോവാനായിട്ട് സാധ്യതയില്ല. കാര്യം എല്ലാവർക്കും സിമ്പിളാണെന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ഡിലീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കട്ട് ഓഫ് എന്തായാലും കുറയും. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. ഒരു 70+ അങ്ങനെ ഒരിക്കലും പോകത്തില്ല. 65-ൽ കൂടാനായിട്ട് സാധ്യതയില്ല, ഒരു 90%. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൻസൂർ സാറ് പറയുന്നത് 50+ മാർക്കാണ്. 50+ മാർക്കാണ് നമ്മുടെ മൻസൂർ സാറ് പറയുന്നത്. അതേപോലെ നമ്മുടെ എൻട്രി ആപ്പിൽ 60 to 65 പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ഒരു 65-ന് അപ്പുറം നമുക്ക് കട്ട് ഓഫ് പോവാനായിട്ട് സാധ്യതയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു 55 തൊട്ടുള്ളവർ എന്തായാലും മെയിൻസിന് നോക്കാൻ തുടങ്ങിക്കോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമലൈസേഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നോർമലൈസേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ കട്ട് ഓഫ് വീണ്ടും പിന്നെ നമുക്ക് ആ ഏകദേശം നോർമലൈസേഷൻ വരുമ്പോൾ കട്ട് ഓഫ് നമുക്ക് ഈ മാർക്ക് കിട്ടിയവർക്ക് എന്തായാലും നമുക്ക് അനുകൂലമായിട്ട് വരും. പിന്നെ നോർമലൈസേഷൻ എന്താണ് എന്ന് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പിന്നെ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഈ കട്ട് ഓഫ് കറക്റ്റ് നമുക്കിപ്പോൾ ആദ്യം വന്നവരൊക്കെ നല്ല സിമ്പിളാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ എന്നാൽ പോലും നമ്മൾ വീട്ടിൽ ചെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സാം ഹാളിലെ മാർക്ക് ആയിരിക്കത്തില്ല ഒരിക്കലും നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന പല ഉത്തരങ്ങളും ചിലപ്പോൾ നമുക്ക് തെറ്റും. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് എഴുതുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ വലിയ കട്ട് ഓഫ് വരുമെന്നൊന്നും ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം എക്സാം കഴിഞ്ഞുടനെ നമ്മൾ പല കമൻറ്റ് ബോക്സുകളിലും എനിക്ക് 70+ കിട്ടി, 80+ കിട്ടി എന്നൊക്കെ പറയുന്നവരുണ്ടാകും. പക്ഷെ പിന്നെ ഒരിക്കലും ആ ഒരു അവർ പറയുന്ന ആ പറച്ചിൽ നമ്മൾ ഒരിക്കലും അത് കേട്ട് ടെൻഷൻ ആകുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ചാൽ പിന്നെ ആ ഒരു മാർക്ക് നമ്മൾ അന്നേരം ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മുടെ സമാധാനത്തോടെ നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഇപ്പം മാത്സിലാണെങ്കിലും ഒക്കെ നമുക്ക് തെറ്റ് വരുന്ന, അയ്യോ ഇത്രയും തെറ്റ് വന്നല്ലോ, എനിക്ക് അറിയാവുന്നതായിരുന്നു. ശരിയാണ്, സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ നമുക്ക് തെറ്റുന്നത്. സിമ്പിൾ ആയിട്ടുള്ളതിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാനായിട്ടും സാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു 55-ൽ കൂടുതൽ കിട്ടിയവർ എന്തായാലും പിന്നെ മെയിൻസിനായിട്ട് തയ്യാറെടുക്കുക. നോർമലൈസേഷൻ എന്താണെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ നമുക്കറിയാലോ ഈ കട്ട് ഓഫ് ഒക്കെ തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് പിന്നെ ആരും ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. മാത്സ് ഒക്കെ ഒരുമാതിരി സിമ്പിൾ ആയിരുന്നു, എന്നാൽ പോലും അന്നേരത്തെ ഒരു ടെൻഷനിൽ നമുക്ക് മാത്സ് ഒക്കെ നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ അങ്ങനെ പിന്നെ മാത്സ് ഒക്കെ എല്ലാവർക്കും എല്ലാം കിട്ടിക്കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും ടെൻഷൻ ആവാതെ മെയിൻസിന് പഠിത്തം തുടങ്ങുക. അല്ലെങ്കിൽ ഇനി തീരെ മാർക്ക് കുറവുള്ളവർ നമുക്ക് ഇനി എക്സാമുകൾ വരുന്നുണ്ട്, ഒരുപാട് എക്സാമുകൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഈ വീഴ്ചയിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ച് അടുത്ത എക്സാമിനായിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുക. ഒന്നിൻ്റെയും അവസാനമല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.